ഗൈസ് അങ്ങനെ T20 സീരീസിലും തോൽവിയോടുകൂടി ഇന്ത്യക്ക് തുടക്കം. രണ്ടാമത്തെ T20 മത്സരത്തിൽ ഇന്ത്യക്ക് ഒരു തോൽവിയാണ്. ആദ്യത്തെ മത്സരം നമുക്ക് നല്ല രീതിയിലൊരു തുടക്കം ലഭിച്ചതാണ്. ആദ്യം ബാറ്റ് ചെയ്തിട്ട് ഏതാണ്ട് 9.4 ഓവർ നിൽക്കുന്ന സമയത്ത് 97-ന് 1 എന്ന് പറയുന്ന നിലയിലേക്കായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ മഴ മൂലം ആ ഒരു മത്സരം മുടങ്ങിപ്പോവുകയാണ്. എന്നാൽ ഈ ഒരു മത്സരത്തിൽ നമുക്ക് T20യിൽ എല്ലാവർക്കും വലിയ പ്രതീക്ഷകളൊക്കെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. പക്ഷേ ബാറ്റിംഗ് പെർഫോമൻസ് തന്നെയാണ് ഒരു ദുരന്തമായി പോയതെന്നുള്ളതാണ്. അതിൽ അഭിഷേക് ശർമ്മ ഒഴികെയുള്ള മുൻനിര ബാറ്റേഴ്സ് അല്ലെങ്കിൽ ബാറ്റേഴ്സ് ആരും തന്നെ ഒരു തരത്തിലും പെർഫോം ചെയ്തില്ല. 5 റൺസിന് മുകളിൽ പോലും ആർക്കും എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് അഭിഷേക് ശർമ്മയുള്ള മറ്റ് താരങ്ങളെ നോക്കുമ്പം ശുഭ്മാൻ ഗിൽ 10 ബോളിൽ 5, സഞ്ജു സാംസൺ 4 ബോളിൽ 2, സൂര്യകുമാർ 4 ബോളിൽ 1, തിലക് വർമ്മ 2 ബോളിൽ 0, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഓൾറൗണ്ടേഴ്സായിട്ടുള്ള ഇപ്പം ശിവൻ ദൂബെ ആണെങ്കിലും 2 ബോളിൽ 4 എടുത്തു. അതുപോലെ അക്സർ പട്ടേൽ 12 ബോളിൽ 7. ഇതിൽ അക്സർ പട്ടേൽ മാത്രമാണ് 5 റൺസിന് മുകളിലെടുത്തത്. എന്നാൽ ഈ ഒരു മത്സരത്തിൽ ഒരു പരിധി വരെ എങ്കിലും പിടിച്ചു നിന്നത് അഭിഷേക് ശർമ്മയാണ്. അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഹർഷിത് റാണ എന്ന് പറഞ്ഞിട്ടുള്ള താരം, അദ്ദേഹത്തെ നമുക്കറിയാം ഒരുപാട് ക്രൂശിക്കപ്പെടാറുള്ള താരമാണ്. അദ്ദേഹത്തിൻ്റെ ബോളിംഗ് പ്രകടനമൊക്കെ കൊണ്ട് നമുക്ക് അതിലേക്ക് വരാം. പക്ഷേ ഇന്നത്തെ ബാറ്റിംഗ് പെർഫോമൻസ് കൊണ്ട് ഒരു നീറ്റ് പെർഫോമൻസ് രണ്ട് കൂട്ടരും കൂടെ ചേർന്ന് നടത്തി എന്നുള്ളതാണ്. അതായത് അഭിഷേക് ശർമ്മയും ഹർഷിത് റാണയും അവരുടെ ഒരു പാർട്ട്ണർഷിപ്പിൽ 56 റൺസ് 47 ബോളിൽ, അതിൽ ഹർഷിത് റാണ 35 റൺസാണ് നേടിയത് 33 പന്തിൽ നിന്ന്. ഇതിൽ അഭിഷേക് ശർമ്മയ്ക്ക് കുറച്ച് സ്ട്രൈക്ക് കുറഞ്ഞു പോയോ എന്നുള്ളൊരു ഡൗട്ട് മാത്രമാണ് ഉള്ളത്. എന്താണെങ്കിലും അഭിഷേക് ശർമ്മ 37 ബോളിൽ 68 റൺസ് എടുത്തു. അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഇങ്ങനത്തെ ഒരു മത്സരമായിരുന്നിട്ട് കൂടി ആലോചിക്കണം, 183 അതൊരു ഗ്രേറ്റ് ആയിട്ടുള്ള സ്ട്രൈക്ക് റേറ്റ് തന്നെ എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. അതിനുശേഷം ഹർഷിത് റാണ ഔട്ടായി. പിന്നെ കാര്യങ്ങളൊന്നും അത്ര നല്ല രൂപത്തിലല്ല. എന്താണെങ്കിലും ഇവരെങ്കിലും ഇങ്ങനെ കളിച്ചത് കൊണ്ടാണ് 18.3 ഓവറിൽ ഏതാണ്ട് 125 റൺസ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്കെങ്കിലും ഇന്ത്യക്ക് എത്താൻ സാധിച്ചത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള സ്കോറാണ്. ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം അത് ഈസിലി അവർക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഹേസൽ വുഡും നഥാൻ എല്ലിസും ആണ് ടോപ്പ് പെർഫോമൻസ്. അതിൽ ഹേസൽ വുഡ് 4 ഓവറിന് വെറും 13 റൺസാണ് വിട്ടുകൊടുത്തത്. 2 വിക്കറ്റുകൾ അദ്ദേഹത്തിന് നേടിയെടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പം നഥാൻ എല്ലിസ് ആണെങ്കിലും മുൻനിര താരങ്ങളുടെ വിക്കറ്റ്സൊക്കെ നേടിയെടുത്തു. അത് 2 വിക്കറ്റ് ക്രൂഷ്യൽ വിക്കറ്റ്സ് ആണ്. 3.4 ഓവറിൽ നിന്ന് 21 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തുള്ളത്. ഇപ്പം ബാറ്റ്ലെറ്റ് ആണെങ്കിലും 4 ഓവറിൽ 39 റൺസ് വിട്ടുകൊടുത്തു. പക്ഷേ 2 വിക്കറ്റ്സ് നേടിയെടുത്തു. സ്റ്റോയിൻസ് 1 വിക്കറ്റാണ് നേടിയെടുത്തത്. എന്താണെങ്കിലും ഇനി ഓസ്ട്രേലിയയിലേക്ക് വരുന്നൊരു സമയത്ത് ഇപ്പം 126 റൺസ് എന്ന് പറയുന്ന ആ ഒരു സ്കോറ് വെറും 13.2 ഓവറിൽ നിന്നാണ് എടുത്തതെന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ്. മിച്ചൽ മാഷും ട്രാവിസ് ഹെഡും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അവർ പവർ പ്ലേയിലൊക്കെ നന്നായിട്ട് അടിച്ചു. ഇപ്പം ട്രാവിസ് ഹെഡ് 4.3 ഓവർ എന്ന നിലയിൽ ഔട്ടായിപ്പോയി. പക്ഷേ ആ ഒരു മൊമെൻറ്റിൽ തന്നെ 51 റൺസായിരുന്നു. ഏതാണ്ട് ഒരു 10 റൺസിൻ്റെ ഒരു റൺ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് പോയത്. 120 റൺസ് അല്ലെങ്കിൽ 120+ മാത്രം ടാർഗറ്റ് ആയിട്ടുള്ളൊരു മത്സരത്തിൽ ആ രീതിയിലാണ് അവർ ബാറ്റ് ചെയ്തത്. ഇന്ത്യയുടെ 4 ബോളേഴ്സ് മാത്രമാണ് ഈ ഒരു മത്സരത്തിൽ ബോൾ ചെയ്തിട്ടുള്ളത്. അതിപ്പം ബുംറയും ഹർഷിത് റാണയും വരുൺ ചക്രവർത്തിയും കുൽദീപും. ഇതിൽ കുൽദീപിനും ഹർഷിത് റാണയ്ക്കും നല്ല രീതിയിലുള്ള അടി മേടിച്ചു. ഹർഷിത് റാണ 2 ഓവറിഞ്ഞിട്ട് 27 റൺസാണ് വിട്ടുകൊടുത്തത്. വിക്കറ്റുകളൊന്നും തന്നെ നേടിയില്ല. ബാറ്റിങ്ങിൽ അദ്ദേഹം അത്യാവശ്യം പെർഫോം ചെയ്തെങ്കിൽ ബോളിങ്ങിൽ അദ്ദേഹം തീർത്തും ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. അതുപോലെ കുൽദീപ് യാദവ് ആണെങ്കിൽ 3.2 ഓവറിൽ 45 റൺസ് വിട്ടുകൊടുത്തു. പക്ഷേ 2 വിക്കറ്റ് നേടി. അദ്ദേഹത്തിന് ഒരു ഓവറിൽ ഏതാണ്ട് 20 റൺസിന് മുകളിലൊക്കെ പോയിട്ടുള്ളൊരു ഓവർ ഉണ്ടായിരുന്നു. അടിച്ച് പരത്തിക്കളഞ്ഞു. ബുംറയാണ് 4 ഓവർ 26 റൺസ് എടുത്ത് 2 വിക്കറ്റും നേടിയെടുത്തു. വരുൺ ചക്രവർത്തി 4 ഓവറിൽ 23 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റും നേടിയെടുത്തു. അവരുടെ ബാറ്റേഴ്സിൻ്റെ കാര്യം എടുക്കുമ്പോൾ മിച്ചൽ മാഷ് 26 ബോൾ 46 റൺസ് എന്ന് പറഞ്ഞിട്ടുള്ള വെടിക്കെട്ട് പെർഫോമൻസ്. ട്രാവിസ് ഹെഡ് ആണെങ്കിലും 15 ബോൾ 28. അതുപോലെ ജോഷ് ആണെങ്കിലും 20 ബോളിൽ 20 റൺസ് എടുത്തു. ടിം ഡേവിഡ് പെട്ടെന്ന് ഔട്ടായി 4 റൺസിന് മാത്രം. എന്നാൽ മിച്ചൽ ഓവൻ 10 ബോൾ 14. സ്റ്റോയിൻസ് 6 ബോൾ 6. ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടത്. എന്താണെങ്കിലും ഒരു ഡിസപ്പോയിൻറ്റിങ് സ്റ്റാർട്ട് തന്നെയാണ്. ഇനി ഇന്ത്യക്ക് ഈ ഒരു സീരീസ് സ്വന്തമാക്കണമെങ്കിൽ വരാൻ പോകുന്ന എല്ലാ മത്സരങ്ങളും വിജയിച്ച് മാത്രമേ കഴിയുള്ളൂ. കാരണം 5 മത്സരങ്ങൾ അടങ്ങുന്ന പരമ്പരയാണ്. 2 മത്സരങ്ങൾ കഴിഞ്ഞു. ഒരു മത്സരം റിസൾട്ട് ഉണ്ടായില്ല. ഒരു മത്സരം ഓസ്ട്രേലിയ വിജയിച്ചു. ഇനിയുള്ള 3 മത്സരങ്ങളും വളരെ നിർണായകമാണ്. ODI നഷ്ടപ്പെട്ടത് T20യിലെങ്കിലും ഇന്ത്യക്ക് പിടിക്കാൻ സാധിക്കണം. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് രമേശൻ സൈനിങ് ഓഫ്.